നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. 2024 കർണാടകത്തിൽ ഏതെങ്കിലും കോളേജിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കർണാടക ഗവൺമെന്റ് നടത്തുന്ന KEയുടെ CET എക്സാം എഴുതണം. എൻട്രൻസ് എക്സാമിലൂടെ മാത്രമേ ഈ വർഷം BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. കർണാടകത്തിലെ ഒരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ കേരളത്തിലെ ഒരു കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ KEA വഴി ഇപ്പോൾ തന്നെ അപേക്ഷിച്ച് എൻട്രൻസ് എക്സാം എഴുതണം. KEA.kr.nic.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫെബ്രുവരി 10 അപ്ലൈ ചെയ്യുവാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഹോൾ ടിക്കറ്റ് ഏപ്രിൽ 5 ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഏപ്രിൽ 18 എൻട്രൻസ് എക്സാം. BSc നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ കേരളത്തിലെ കുട്ടികൾ കർണാടകത്തിൽ അഡ്മിഷൻ നേടാറുണ്ട്. കഴിഞ്ഞ വർഷവും കർണാടകത്തിൽ എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. 2024 മുതൽ എൻട്രൻസ് എക്സാമിലൂടെ മാത്രമേ BSc നഴ്സിംഗിന് എല്ലാ സംസ്ഥാനങ്ങളിലും അഡ്മിഷൻ നൽകാവൂ എന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അറിയിപ്പ്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരും +2 കഴിഞ്ഞവർക്കും BSc നഴ്സിംഗിന് കർണാടകത്തിൽ അഡ്മിഷൻ വേണമെങ്കിൽ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എൻട്രൻസ് എക്സാം എഴുതണം. എൻട്രൻസ് എക്സാമിന്റെ സിലബസ് +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ക്വസ്റ്റ്യനുകൾ. അപ്ലൈ ചെയ്യുവാൻ ജനറൽ വിഭാഗത്തിന് +2വിൽ 45% മാർക്കും SC, ST, OBC വിഭാഗങ്ങൾക്ക് 40% മാർക്കും ഉണ്ടായിരിക്കണം. 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫെബ്രുവരി 10 വരെ ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം ഫെബ്രുവരി 14 വരെ ആപ്ലിക്കേഷൻ ഫീസ് നൽകുവാനായിട്ട് സാധിക്കും. ഏപ്രിൽ 18 ഏപ്രിൽ 19 എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. 18 ബയോളജി, മാത്സ് എന്നിവയുടെ ടെസ്റ്റ് ആണ്. ഇതിൽ മാത്സ് BSc നഴ്സിംഗിന് അഡ്മിഷൻ വേണ്ട കുട്ടികൾ എഴുതേണ്ട ആവശ്യമില്ല. 60 മാർക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഏപ്രിൽ 19 ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ ടെസ്റ്റ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും 60 മാർക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചാൽ മതി. ഏപ്രിൽ 20 കർണാടക ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ലാംഗ്വേജ് ടെസ്റ്റ് നടത്തുന്നത്. കർണാടകയിലെ ഗവൺമെന്റ് കോളേജുകളിലെ 25% സീറ്റിലെ അഡ്മിഷന് വേണ്ടിയാണ് ഈ ലാംഗ്വേജ് ടെസ്റ്റ് നടത്തുന്നത്. ഏപ്രിൽ 20 ടെസ്റ്റ്. 50 മാർക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ. മിനിമം 15 മാർക്ക് ലഭിച്ചിരിക്കണം. കർണാടകയിലെ ഏതെങ്കിലും കോളേജുകളിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ചെയ്യണം. കർണാടകയിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ KEയുടെ CET എക്സാം എഴുതിയെങ്കിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ കർണാടകയിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ എക്സാം എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെയും അഡ്മിഷൻ ലഭിക്കുകയില്ല. അതുകൊണ്ട് കർണാടക സ്റ്റേറ്റിന്റെ UG CET 2024 എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഫെബ്രുവരി 10 വരെ അപ്ലൈ ചെയ്യാം. KEA.kr.nic.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ് സിലബസ്. +1ലെയും +2ലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് സിലബസ്. 60 മാർക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഏപ്രിൽ 18 ഏപ്രിൽ 19 എക്സാം ഉണ്ട്. BSc നഴ്സിംഗിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് 18 ബയോളജി മാത്രം എഴുതിയാൽ മതി. 19 ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ എക്സാമാണ് ഉള്ളത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ അപേക്ഷകൾ നൽകുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.